നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ട്രൂ സോൾ മെസ്സേജസ് എന്താണ്, അവരുടെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ നിങ്ങൾ ഒരുപാട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥ, കാരണം തുടക്കത്തിലൊക്കെ തന്നെ ഒരു പ്രണയം നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലായിട്ട് ഒരു സ്നേഹവും കാര്യങ്ങളും കരുതലും ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്നുള്ളത്. എന്നാലും പോകെ പോകെ അതിലൊരു ചേഞ്ച് വരികയും നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ ഒരു വ്യക്തിയിൽ അഡിക്റ്റ് ആയ സമയത്ത് അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിലുള്ള സ്ട്രെങ്ത് നിങ്ങളോടുള്ള ആ ഒരു സ്ട്രെങ്ത് കുറഞ്ഞ പോലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഹൈഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരിക്കണം. എന്തെങ്കിലും കാര്യത്തിൽ ചീറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങളോട് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തരാണ്ട് തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള പല കാര്യങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും ക്ലാരിഫിക്കേഷൻ തരത്തക്ക രീതിയിൽ. പക്ഷെ നിങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ അല്ല ആ ഒരു വ്യക്തി തരുന്നത്. പലപ്പോഴും പല കാര്യത്തിലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. ഈ ഒരു വ്യക്തിയുടെ പല കാര്യങ്ങൾക്കും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. കാരണം കുറേ നാളായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നവരുണ്ടെന്നുണ്ടെങ്കിലും ചില അതായത് ഈ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് അറിയാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. കാരണം പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി ഹൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്ര വർഷത്തെ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കൂടിയും അല്ലെങ്കിൽ ഇത്ര നാളത്തെ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാലും ഒരു അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് 100% മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ പോലും പല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ആരാണ് എന്താണ് മനസ്സുകൾ തമ്മിൽ ഭയങ്കരമായിട്ട് അടുത്തിട്ടുണ്ടെങ്കിലും ഒരു പൂർണ്ണതയില്ല ഇപ്പോഴും എന്നുള്ളതാണ്. കാരണം ഈ ഒരു വ്യക്തി കുറേയൊക്കെ ഹൈഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. സോ അത് ഒരുപാട് നിങ്ങൾ സഫർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ വാക്കുകൊണ്ടായിക്കോട്ടെ പ്രവൃത്തി കൊണ്ടായിക്കോട്ടെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഒരുപാട് കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ പിണക്കങ്ങളും ഇണക്കങ്ങളും പല കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും ഏത് റീസൺ ആണെങ്കിലും ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്കിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരു വഴക്കും പിണക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വ്യക്തമായിട്ടുള്ളൊരു ആൻസർ പലപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒരു പേരിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം പോലെയാണ് പലപ്പോഴും. കാരണം നിങ്ങൾ ഒരുപാട് കാര്യത്തിന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ക്ലാരിഫൈ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ വ്യക്തതയോട് കൂടിയാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഈ ഒരു വ്യക്തി ആൻസർ തരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഷുവറായിട്ടും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടിയായിട്ടൊക്കെ പറയുമെങ്കിലും ഒരുപാട് പറഞ്ഞാൽ പോലും അതിന് എന്താ പറയുക പറഞ്ഞ കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തതയില്ലാത്ത പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും അറിയാം ഈ ഒരു വ്യക്തി എന്തൊക്കെയോ ഹൈഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് അത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാലും നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇൻ കേസ് ഇനി അത് വീണ്ടും വീണ്ടും ചോദിച്ചു കഴിയുമ്പോൾ ഇവർ പിണങ്ങി പോവോ, ഇനി ഇവർ അത് അതിൻ്റെ പേരിൽ ഇനി ഇവർ നിങ്ങളിൽ നിന്ന് മാറുമോ എന്നൊക്കെയുള്ളൊരു ഭയം നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കാം. സോ അതുകൊണ്ട് തന്നെ കുറച്ച് പേരെങ്കിലും ഇനി കണ്ടില്ല എന്ന് നടിച്ചൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ പേരെങ്കിലും തീർത്തും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ പോലെയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 9 ഓഫ് കപ്സിൻ്റെ എനർജി നോക്കിയാലും കിങ് ഓഫ് വാൺസിൻ്റെ എനർജി ആണെങ്കിലും ഒക്കെ തന്നെ ഒരു വാൺസിൻ്റെ എനർജി ഇവിടെ കാണിക്കുന്നത് 10 ഓഫ് വാൺസ് ആയിക്കോട്ടെ ഒക്കെ തന്നെ നിങ്ങളെ ഒരുപാട് കാണണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം തീവ്രമായിട്ട് ഇവരുടെ മനസ്സിലിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. എന്ത് തന്നെയാണെങ്കിലും അവർ എന്തിൻ്റെ പേരിലായിക്കോട്ടെ നിങ്ങളിൽ നിന്ന് മാറിയത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് ഒരു പ്രാധാന്യം തരാണ്ട് അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് ഇവർ മാറി നിന്നത്, അതിനൊക്കെ തന്നെ ഇവരിപ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഇവർക്കൊരു ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പോലും അവർക്ക് ഒരു എന്താ പറയുക ഭയങ്കര അവരുടെ റിയാലിറ്റി മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ഒരുപാട് കാര്യങ്ങളിൽ അവരിപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇപ്പോൾ അവർ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാകുന്നുണ്ടായിരിക്കാം. കാരണം അത്രയധികമായിട്ട് പല കാര്യങ്ങൾക്കും വ്യക്തതയോട് കൂടി ആൻസർ പോലും കൊടുത്തിട്ടില്ല. അതായത് തന്നിട്ടില്ല നിങ്ങൾക്ക്. എന്നിട്ടും നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യാനും പല കാര്യങ്ങളും ക്ഷമിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ തയ്യാറായിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാലും അവർ നിങ്ങൾക്ക് ഒരുപാട് കാര്യത്തിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് അവരെ ചേർത്ത് പിടിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നിട്ട് പോലും നിങ്ങളവരെ കൈയൊഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരിപ്പോൾ ആ ഒരു റിയാലിറ്റി അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കണം, നിങ്ങളെ ഒന്ന് കാണണം, അറ്റ്ലീസ്റ്റ് ഒന്ന് സംസാരിച്ചാലെങ്കിലും മതി എന്നുള്ള രീതിയിൽ അത്രത്തോളം അധികമായിട്ടൊരു മിസ്സിങ് ആയിട്ടുള്ള ഒരു മിസ്സിങ് ഫീലാണ് ഇപ്പോൾ അവർക്ക് തോന്നുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 9 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു കാർഡിൻ്റെ എനർജി ആണെങ്കിൽ തന്നെയും ഭയങ്കരമായിട്ട് ഈ ഒരു വ്യക്തി കൂടുതലും മണി മാറ്റേഴ്സിനൊക്കെ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെന്നുള്ളതാണ്.
ആയിരുന്നു. പക്ഷേ നിങ്ങളൊരു അതായത് ഇപ്പോൾ ഒരു പാസ്റ്റ് എനർജി ആണെങ്കിൽ കുറേ കൂടി ഭയങ്കരമായിട്ട് തന്നെ ഈ ഒരു വ്യക്തി കൂടുതലും മണി മാറ്റേഴ്സിനൊക്കെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്ക് കുറേ കൂടി പരിഗണന കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതായത് ഒരു കോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോഴായിക്കോട്ടെ, മെസ്സേജ് ചെയ്യുമ്പോഴായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒരു ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ പറയുന്ന സമയത്ത് പോലും ഈ ഒരു വ്യക്തി കൂടുതലും മണി മാറ്റേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള ഒരു കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക, കുറെ കൂടി ഫിനാൻഷ്യലി ഗെയിൻ ചെയ്യണം, ഏൺ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി, കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ലൈഫിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിലൊക്കെ കുറെ കൂടി അങ്ങനെ ഒരു മെച്ചുവേർഡായിട്ട് ആ ഒരു രീതിയിൽ സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. മേ ബി ഈ ഒരു കാര്യം പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞ് പിണങ്ങിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് തരുന്നില്ല, എപ്പോഴും ഇതുപോലെയുള്ള ബിസിനസ് മാറ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു മണി മാറ്റേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങളും കുറേ തവണ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടി ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പ്രണയത്തെക്കാളും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ആ ഒരു വ്യക്തി എന്താണ് ഈ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കായിക്കോട്ടെ, മണി മണി മാറ്റേഴ്സ്, അങ്ങനെ ഒരു ഒരു ഏൺ ചെയ്യണം, അങ്ങനെ അത്തരം ഒരു ചിന്തയാണ് കൂടുതലായിട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കണം അതിന് ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ, നിങ്ങളുടെ പ്രണയത്തെയൊക്കെ തന്നെ ഒരു പോസ്റ്റ്പോണ്ട് ചെയ്ത് വെച്ച് നിങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ പിന്നത്തേനാക്കാം എന്നുള്ള രീതിയിലായിരിക്കണം ചിലപ്പോൾ കുറച്ച് പേരെങ്കിലും അങ്ങനെ ആയിരിക്കണം. കുറച്ച് പേരുടെയെങ്കിലും ലൈഫിൽ മേ ബി അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. സോ അതുകൊണ്ടായിരിക്കണം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്ന് അങ്ങനെ സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരാനുള്ള ഒരു റീസൺ മേ ബി കുറച്ച് പേർക്കെങ്കിലും അങ്ങനെയും ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് അവരുടെ ലൈഫിൽ. എങ്കിലും അതിനെയൊക്കെ തന്നെ, അതായത് ഏത് തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ തന്നെ മാറി ആ ഒരു സിറ്റുവേഷനോടൊക്കെ പൊരുതി തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ അത്ര സ്ട്രോങ് ആയിട്ടുള്ള, അത്ര പവർഫുൾ ആയിട്ട്, അത്രയധികം തീവ്രമായിട്ട് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു ഒരു കെയറിങ്ങും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമീപ്യം പോലും അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്തും അവരുടെ ലൈഫ് അത്ര ഒരു സ്റ്റെബിലിറ്റി ഒന്നും തന്നെ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ രീതിയിലൊക്കെ അവർ ഗെയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർക്കൊരു ചിലപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം ഫാമിലിയിൽ. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരുപാട് രീതിയിൽ അവരൊരു മനസ്സത്ര ഒരു ക്ലിയർ അല്ല, അല്ലെങ്കിൽ ഒരുപാട് അസ്വസ്ഥത ഫീൽ ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്നാലും അവർ നൈറ്റ് ഓഫ് വാൻസിനെ അടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഒരു ഒരു വെളിച്ചം കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ്നെസ് കൊണ്ടുവന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ അവർ ഒരുപാട് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഏസ് ഓഫ് കപ്സിന്റെ എനർജി നോക്കുകയാണെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങളോട് അവർക്ക് തോന്നുന്നത് എന്നുള്ളതാണ്. അത്രയധികമായിട്ട് ചിലപ്പോൾ നിങ്ങളോട് അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ഇല്ലായിരിക്കാം ഇതുവരെ അവർക്ക്. അങ്ങനെ ഒരു ഫീലിങ്സ് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ആയിരുന്ന സമയത്ത് അവർ കൂടുതലും നിങ്ങൾ ചിലപ്പോൾ, അതായത് നിങ്ങളുമായിട്ടൊരു സെപ്പറേഷൻ ഇങ്ങനെ ഇത്രയും നാളൊരു ഗ്യാപ്പ് വരുമെന്നൊന്നും അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ വരുമ്പോഴാണെങ്കിലും നിങ്ങൾ വീണ്ടും മിണ്ടുന്നു, വീണ്ടും പിണങ്ങുന്നു, വീണ്ടും പഴയതുപോലെ മിണ്ടി തുടങ്ങുന്നു. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് പോലെ അങ്ങനെ കൊണ്ടുപോകാം. അതിൻ്റെ കൂടെ തന്നെ ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റിയും വരുമല്ലോ. അപ്പൊ വീണ്ടും നിങ്ങളെ കംപ്ലീറ്റ്ലി മാറി നിൽക്കുമെന്നൊന്നും തന്നെ അവർ കരുതിയിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ഈ ഒരു സൈലൻസ് അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഇത്രയധികമായിട്ടൊരു ഒരു മിസ്സിങ് ഫീലാണ് അവർക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് ആണ് അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നുന്നത് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിന് നിങ്ങളായിട്ടല്ല അവരായിട്ട് തന്നെ ഒരു റീബർത്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം അത്രയധികമായിട്ടുള്ള ഒരു മിസ്സിങ് ഫീൽ അവർക്ക്, ഒരു ഭയങ്കരമായിട്ട് മിസ്സിങ് എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അവർ അത്രയധികമായിട്ട് നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സാമീപ്യമായിക്കോട്ടെ, നിങ്ങളുടെ ഒരു മെസ്സേജ് ആയിക്കോട്ടെ, നിങ്ങളെ കോൺടാക്റ്റിൽ വരണം എന്നുള്ളൊരു കാര്യത്തിൽ അവർ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഇനി എന്ത് സാഹചര്യം ആണെങ്കിലും അവർ നിങ്ങളിലേക്ക് വരാനുള്ള ഒരുപാട് സാധ്യതകളാണ് ഇവിടെ കാണുന്നത്.